കോൺഗ്രസ് അറിയാത്ത BCCകളുണ്ടോ? ശരി ശരി ശ്രീ ശങ്കുറ്റിദാസ്, ഇതും ലോക്സഭയിൽ അല്പം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതാണ്. അതായത് അതിൽ അദ്ദേഹം കോട്ട് ചെയ്ത കാര്യം എന്ന് പറയുന്നത് സ്വന്തം പാർട്ടിയുടെ ഭരണഘടന പാലിക്കാൻ തയ്യാറാകാത്തവർ എങ്ങനെ ഇന്ത്യൻ ഭരണഘടനയെ മാനിക്കാൻ തയ്യാറാകും എന്നുള്ള ചോദ്യം ഉയർത്തിക്കൊണ്ടാണ്. ശരി ശ്രീ ശങ്കുറ്റിദാസ്. എന്റെ ആഗ്രഹം ശ്രീ സേനാപതി വേണു കുറെ കൂടി സംസാരിക്കണമെന്നാണ്. അദ്ദേഹം കുറെ കൂടി സംസാരിച്ചാൽ എന്റെ ജോലി കുറെ കൂടി എളുപ്പമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഭരണഘടനാ പ്രേമം പറയുന്ന കോൺഗ്രസുകാരുടെ ഭരണഘടനയെ പറ്റിയിട്ടുള്ള യഥാർത്ഥത്തിലുള്ള കാഴ്ചപ്പാട് എത്ര വ്യക്തമായിട്ട് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചു നോക്കൂ. യഥാർത്ഥത്തിൽ എത്ര ഡെല്യൂഷണൽ ആണ് കോൺഗ്രസുകാർ. അവരെന്തൊരു മൂഢസ്വർഗത്തിലാണ് ജീവിക്കുന്നത് ഇതിനേക്കാൾ വ്യക്തമാക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രയോഗം തന്നെ നരേന്ദ്രമോദിയെ പോലൊരു ചായക്കടക്കാരന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ സാധിച്ചത് ജവഹർലാൽ നെഹ്റു നയിച്ചിട്ടുള്ള കോൺഗ്രസ് തന്ന ഭരണഘടന കൊണ്ടാണെന്നാണ്. ശ്രീമാൻ സേനാപതി വേണു, ഇന്ത്യക്ക് ഭരണഘടന തന്നത് കോൺഗ്രസുകാരോ ജവഹർലാൽ നെഹ്റു അല്ല. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ സോളംലി റിസോൾവ് ടു ഗീവ് ടു അവർ സെൽസ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാ പറയുന്നത്. ഈ രാജ്യത്തെ ജനങ്ങളായ ഞങ്ങൾക്ക് വേണ്ടി തന്നെ നൽകുന്ന ഭരണഘടന എന്നാ. ഈ രാജ്യത്തിന്റെ ഭരണഘടന ജനങ്ങൾക്ക് നൽകിയത് ജനങ്ങൾ തന്നെയാണ്. ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് പറയുന്ന 389 അംഗങ്ങൾ ഉണ്ടായിരുന്ന, എല്ലാ വിഭാഗത്തിന്റെയും പ്രതിനിധികൾ ഉണ്ടായിരുന്ന, എല്ലാ പ്രിൻസ്ലി സ്റ്റേറ്റുകളിൽ നിന്നും, എല്ലാ പ്രൊവിൻസുകളിൽ നിന്നും, എല്ലാ രാഷ്ട്രീയ സംഘടനകളിൽ നിന്നും ആനുപാതികമായി പ്രാതിനിധ്യം ഉണ്ടായിരുന്ന ഒരു സഭ. പാകിസ്ഥാന്റെ പാർട്ടീഷന് ശേഷം 389 എന്നുള്ളത് 299 മാറി. 284 ആൾ ഒപ്പിട്ടിട്ടാണ് ഈ ഭരണഘടന നിലവിൽ വന്നത്. അതല്ലാണ്ട് കോൺഗ്രസിന്റെ സമ്മാനമായിട്ട് ജവഹർലാൽ നെഹ്റു ഇതാ ഒരു ഉത്തമമായിട്ടുള്ള ഭരണഘടന നിങ്ങൾക്ക് ഞാൻ ഔദാര്യപൂർവ്വം തന്നിരിക്കുന്നു, ഇനി അങ്ങോട്ട് നിങ്ങൾ ജനാധിപത്യത്തോടു കൂടി ജീവിച്ചോളൂ എന്ന് പറയല്ലേ ചെയ്തത്. അതേപോലെ അങ്ങ് പറഞ്ഞു, അന്നത്തെ RD ജനറൽ ആയിരുന്ന കരിയപ്പൻ നെഹ്റുവിനോട് പറഞ്ഞു, എത്ര കാലം വേണമെങ്കിലും അങ്ങ് ഭരിച്ചോളൂ, സൈന്യം കൂടെ ഉണ്ട്, ഇവിടെ ജനാധിപത്യം ഒന്നും ആവശ്യമില്ല, ഈ പറയുന്ന പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യമില്ല, തെരഞ്ഞെടുപ്പ് നടത്തേണ്ട, സൈന്യത്തിന്റെ പിന്തുണയിൽ ഭരിക്കാമെന്ന്. അങ്ങനെ നെഹ്റുവിന് ഭരിക്കാൻ സാധിക്കുമായിരുന്നു അങ്ങ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ഈ രാജ്യത്തുണ്ടായിട്ടുള്ള സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭം? എന്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്? എന്താണ് ഡിവിഷൻ ഓഫ് പാർട്ടീഷൻ ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1947? അതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നിലവിൽ വന്നത്? ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എങ്ങനെയാണ് 1949 നവംബർ 26 അഡോപ്റ്റ് ചെയ്യപ്പെട്ടപ്പോ ഒരു സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിട്ട് ഇന്ത്യയെ പ്രഖ്യാപിച്ചത്? നെഹ്റുവിന്റെ കുടുംബസ്വത്തായിട്ടല്ല പ്രഖ്യാപിച്ചത്, ഒരു സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിട്ട് ഇന്ത്യ പ്രഖ്യാപിക്കുന്നത്. അത് എങ്ങനെയാണ് 1950 ജനുവരി 26 നിലവിൽ വന്നത്? അതായത് ഇവിടുത്തെ ജനാധിപത്യം നിങ്ങളുടെയൊന്നും ഔദാര്യമല്ല സാർ. ഇവിടുത്തെ ജനാധിപത്യം ഇവിടുത്തെ ജനങ്ങൾ പൊരുതി നേടിയിട്ടുള്ള സ്വാതന്ത്ര്യത്തെ തുടർന്ന് അവർ അവർക്കായി നിർമ്മിച്ചിട്ടുള്ള ഭരണഘടന ഉറപ്പ് തന്നിട്ടുള്ള ഒരു മൂല്യമാണ്. ഈ രാജ്യത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടനയാണ്. അതല്ലാണ്ട് നെഹ്റു വിചാരിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് മരണം വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ജീവിക്കാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങ് ഈ ഭരണഘടനയെ പറ്റി കോൺഗ്രസുകാർക്ക് പൊതുവിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഇതെല്ലാം എന്ന് ഞാൻ ആമുഖമായി സൂചിപ്പിക്കട്ടെ. ജവഹർലാൽ നെഹ്റു അല്ല ഇന്ത്യക്ക് ഭരണഘടന തന്നത്. ഞാൻ ആദ്യമേ സൂചിച്ച പോലെ ഇതൊരു നീണ്ട പ്രക്രിയയാണ്. 2 കൊല്ലവും 11 മാസവും 18 ദിവസവും നീണ്ടുനിന്ന, 165 ദിവസങ്ങൾ നീണ്ടുനിന്ന 11 സെഷനുകളായിട്ട് നടന്നിട്ടുള്ള ചർച്ചയിലൂടെയാണ്. ആ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നിർണായകമായിട്ടുള്ള പങ്കുവച്ച ധാരാളം ആളുകളുണ്ട്. ആ പേരുകളിലൊന്നും ജവഹർലാൽ നെഹ്റു എന്നുള്ള പേരുണ്ടാവില്ല, പക്ഷെ വേറെ ധാരാളം പേരുകളുണ്ട്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. അതെല്ലാം ശരിയാണ്. പക്ഷെ ഇന്ന് അല്ലല്ല, ലോക്സഭയിൽ പ്രധാനമന്ത്രി പറഞ്ഞ ഓരോ കാര്യങ്ങളെയും ഇപ്പോൾ സേനാപതി വേണു പറയുന്നത് അത് പതിവായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കള്ളം എന്ന രീതിയിലാണ്. അതിലാണ് ഈ PCCകൾ സർദാർ പട്ടേൽ പ്രധാനമന്ത്രിയാകണം, അല്ലാതെ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയാകണമെന്നല്ല ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അത് മറികടന്നുകൊണ്ട് അതാത് പാർട്ടി ഭരണഘടന പോലും അംഗീകരിച്ചില്ല ജവഹർലാൽ നെഹ്റു എന്ന്. അതാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ലോക്സഭയിൽ പറഞ്ഞത്. അത് പതിവായി പ്രചരിപ്പിക്കുന്ന ഒരു കള്ളം മാത്രമാണ് എന്നാണ് സേനാപതി വേണു ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം, അതായത് ഭരണഘടന നമ്മുടെ വഴി തടസ്സപ്പെടുത്തുകയുണ്ട് എങ്കിൽ ആ ഭരണഘടന നമുക്ക് മാറ്റി എഴുതാം എന്ന രീതിയിൽ നെഹ്റു പറഞ്ഞു എന്നുള്ളത്, അത് അംബേദ്കർ പോലും ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് സേനാപതി വേണു പറയുന്നത്. അത് അല്ലാതെ ഭരണഘടനയെ ലംഘിക്കണം എന്നല്ല പറയുന്നത് എന്നാണ് ശ്രീ സേനാപതി വേണു അതിന് വിശദീകരണം നൽകുന്നത്. ഞാനത് വിശദീകരിക്കാം, എനിക്ക് അവസരം തരും, എനിക്ക് എന്റെ സമയം തരും. അതായത് ഈ ഭരണഘടന നിർമ്മിച്ചത് കോൺഗ്രസ് ആണ്, ജവഹർലാൽ നെഹ്റു ആണെന്ന് പറയുന്നതിന്റെ തുടർച്ചയിലാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം വസ്തുതാവിരുദ്ധമാണ്. അന്ന് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടല്ല കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ മേഖലാ കമ്മിറ്റികളുടെ യോഗം വിളിക്കുന്നത് പ്രൊവിൻഷ്യൽ ഗവൺമെന്റിന്. അതായത് 1951 ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് ഉണ്ടാവുന്നത്. 1947 നിലവിൽ വന്നിട്ടുള്ള ജവഹർലാൽ നെഹ്റു മന്ത്രിസഭ തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയല്ല. ഭരണഘടന നിലവിൽ വന്ന് തെരഞ്ഞെടുപ്പ് നടന്ന് യഥാർത്ഥത്തിലുള്ള സർക്കാർ അധികാരത്തിൽ ഏറുന്നത് വരെയുള്ള താൽക്കാലിക മന്ത്രിസഭയായിട്ടാണ്.
ആ മന്ത്രിസഭയുടെ പ്രധാനമന്ത്രി ആരാവണമെന്ന് നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ടാണെന്ന് സാക്ഷാൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ തന്നെ യോഗം വിളിക്കുന്നത്. അന്ന് 15 PCCകളിൽ 12 PCCകൾ കൊടുത്തിട്ടുള്ള പേര് സർദാർ വല്ലഭായ് പട്ടേലിന്റേതായിരുന്നു. ഇത് പട്ടാഭി സീതാരാമയ്യ എഴുതിയിട്ടുള്ള ഇൻസൈഡ് കോൺഗ്രസ് പാർട്ടി, കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരനാണ് പട്ടാഭി സീതാരാമയ്യ. പട്ടാഭി സീതാരാമയ്യ എഴുതിയിട്ടുള്ള ഇൻസൈഡ് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്ന കാര്യമാണ്. സേനാപതി വേണു ഇന്നിവിടെ വന്നിരുന്ന് നിഷേധിച്ചാൽ അതില്ലാതാവില്ല. ഞാൻ പറയുന്നത് ആ മന്ത്രിസഭയിൽ ആരൊക്കെ അംഗങ്ങളായിരുന്നു? ജനസംഘത്തിന്റെ സ്ഥാപകനായിരുന്നു ശ്യാം പ്രസാദ് മുഖർജി ആ മന്ത്രിസഭയിൽ അംഗമായിരുന്നു. 1951 കോൺഗ്രസിനെതിരെ മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുള്ള ആദ്യത്തെ നിയമമന്ത്രിയായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കർ ആ മന്ത്രിസഭയിൽ അംഗമായിരുന്നു. അത് കോൺഗ്രസിന്റെ മന്ത്രിസഭയല്ല, അത് എല്ലാ വിഭാഗത്തിന്റെ ആളുകളെയും പ്രാതിനിധ്യമുള്ള KM മുൻഷി ഒരു ഹിന്ദു റിവിഷനിസ്റ്റ് ആണ് എന്ന് ജവഹർലാൽ നെഹ്റു തന്നെ ആക്ഷേപിച്ചിട്ടുള്ള KM മുൻഷി ആ മന്ത്രിസഭയിൽ അംഗമായിരുന്നു. അങ്ങനെയുള്ള എല്ലാ ആളുകളും ഉൾക്കൊള്ളുന്ന ഒരു മന്ത്രിസഭയായിരുന്നു. ആ മന്ത്രിസഭയെ നയിക്കേണ്ടത് ആര് എന്നുള്ളതായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേൽ എന്നുള്ളതാണ്. അതിന് ഗാന്ധി ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗിലൂടെ സർദാർ വല്ലഭായ് പട്ടേലിനെ പിന്തിരിയാൻ നിർബന്ധിതനാക്കുകയായിരുന്നു. നെഹ്റുവിനെയായിരുന്നു പ്രധാനമന്ത്രിയാക്കാൻ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഗാന്ധി വളരെ നിരാശനായി കാണപ്പെട്ടു, വളരെ ദുഃഖിതനായി കാണപ്പെട്ടു. ഗാന്ധിയുടെ വത്സല ശിഷ്യനായിരുന്നു, ഗുജറാത്തിൽ നിന്ന് തന്നെയുള്ള ആളാണ് സർദാർ പട്ടേൽ. അദ്ദേഹം ഗാന്ധിയുടെ ആ ദുഃഖത്തെ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം സ്വയം പിൻവലിയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതെല്ലാം കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രത്തിന്റെ ഭാഗമാണ്. രണ്ടാമത്തെ കാര്യം, ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അദ്ദേഹം പറയുമ്പോൾ നെഹ്റു ആണ് ഭരണഘടന ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേര് അദ്ദേഹം വിസ്മരിച്ചു. BR അംബേദ്കർ, നമ്മുടെ ഭരണഘടനയുടെ ശില്പിയായിട്ട് നെഹ്റുവാണ് ഭരണഘടന ഉണ്ടാക്കിയത് എന്നുള്ള പരാമർശം സേനാപതി വേണു നടത്തിയിട്ടില്ല കേട്ടോ. അദ്ദേഹം ആ രീതിയിൽ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആദ്യം പറഞ്ഞത് ഈ ചായക്കടക്കാരനായിട്ടുള്ള മോഡിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ സാധിച്ചത് ജവഹർലാൽ നെഹ്റു നയിച്ച കോൺഗ്രസ് പാർട്ടി ഇന്ത്യക്ക് സമ്മാനിച്ചിട്ടുള്ള ഭരണഘടന കൊണ്ടാണെന്നാണ്. ഞാനതോടെ എഴുതി വെച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഇന്ത്യക്ക് ആ രീതിയിലാണോ ശ്രീ സേനാപതി വേണു? എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഭരണഘടന ഉണ്ടാവുകയും ആ ഭരണഘടന നിലനിന്ന് പോരുകയും ചെയ്തുകൊണ്ട്, അതായത് കോൺഗ്രസ് സർക്കാരിന്റെ നീണ്ട വർഷത്തെ ഭരണത്തിൽ ആ ഭരണഘടനാ മൂല്യങ്ങൾ അട്ടിമറിക്കപ്പെടാതിരുന്നത് കൊണ്ട് പ്രധാനമന്ത്രിയാകാൻ നരേന്ദ്രമോദി കഴിഞ്ഞു എന്നാണ് ശ്രീ സേനാപതി വേണു. അതല്ലേ താങ്കൾ ഉദ്ദേശിച്ചത് യഥാർത്ഥത്തിൽ? ഞാനൊന്ന് പറയട്ടെ അദ്ദേഹത്തിന് സമയം കൊടുത്തോളൂ. ഞാനൊന്ന് പറയട്ടെ, ഇന്ത്യൻ ഞാൻ ഇന്റർഫിയർ ചെയ്യില്ല. എന്റെ സമയത്ത് ഞാൻ സംസാരിച്ചോളാം. സാർ, ഇന്ത്യൻ ഭരണഘടനയിൽ നവംബർ 2024 വരെ 106 ഭരണഘടനാ ഭേദഗതികൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ 84 ഭരണഘടനാ ഭേദഗതികൾ ഉണ്ടായത് കോൺഗ്രസ് പാർട്ടിയുടെ കാലത്താണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി ഉണ്ടാവുന്നത് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെയാണ്. 1951 ഭരണഘടനാ ഭേദഗതി. ആ ഭരണഘടനാ ഭേദഗതിയിലാണ് ആർട്ടിക്കിൾ 19 ഒരു അൺറിസ്ട്രിക്റ്റഡ് റൈറ്റ് ആയിരുന്നു, ഒരു ലിമിറ്റ് ഇല്ലാത്ത റൈറ്റ് ആയിരുന്നു ശരിക്കും ആർട്ടിക്കിൾ 19, റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ഇതിൽ ലിമിറ്റേഷൻ കൊണ്ടുവന്നത്, ബുക്സിന് സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയത്, രാഷ്ട്രീയ പ്രതിയോഗികളെ ജയിലിലടക്കാനുള്ള സംവിധാനം കൊണ്ടുവന്നത്, പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള സംവിധാനം കൊണ്ടുവന്നത്, ഇതെല്ലാം കോൺഗ്രസ് പാർട്ടിയുടെ ഭരണകാലത്താണ്. പോട്ടെ, ഇന്ത്യയുടെ ഭരണഘടന അസാധുവായിട്ടുള്ള സമയം ഏതാണ്? 21 മാസം ഇന്ത്യയുടെ ഭരണഘടന തടവിലിടപ്പെട്ടിട്ടുള്ള സമയം ഏതാണ്? 1975 ജൂൺ 25 മുതൽ 1977 മാർച്ച് 21 വരെയുള്ള 21 മാസങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ ഭരണകൂടം ആർട്ടിക്കിൾ 352 പ്രയോഗിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ള കറുത്ത ദിനരാത്രങ്ങളിലാണ് ഇന്ത്യയുടെ ഭരണഘടന അസാധുവായിട്ടുള്ള ഒരേ ഒരു ഘട്ടം. നിങ്ങൾക്കറിയാം, ആർട്ടിക്കിൾ 352 പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 20 21 ഒഴികെയുള്ള മുഴുവൻ സെക്ഷൻസ് സസ്പെൻഡ് ആവും. ആർട്ടിക്കിൾ 20 കേസിൽ അകപ്പെടുന്ന പ്രതികൾക്കുള്ള ചില അവകാശങ്ങൾ, ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ്, ഈ 2 പ്രൊവിഷൻസ് ഒഴികെ ഭരണഘടനയിലെ മുഴുവൻ പ്രൊവിഷൻസും സസ്പെൻഡ് ആവുന്ന ഘട്ടമാണ് ഈ പറയുന്ന അടിയന്തരാവസ്ഥ. ആർട്ടിക്കിൾ 32 വരെ നിലനിൽക്കുന്നില്ല, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി. നിങ്ങൾക്ക് എന്തെങ്കിലും നീതി ലംഘനം ഉണ്ടായിക്കഴിഞ്ഞാൽ, മനുഷ്യാവകാശ ലംഘനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ പേരിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ നിങ്ങൾക്ക് അവസരം തരുന്ന പ്രൊവിഷനാണ് ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 പോലും സസ്പെൻഡ് ആണ്. അങ്ങനെ ഭരണഘടനയെ സമ്പൂർണ്ണമായി സസ്പെൻഡ് ചെയ്തുകൊണ്ട് റൂൾ ഓഫ് ലോയ്ക്ക് പകരം റൂൾ ബൈ ഡിക്രി എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ കൊണ്ടുവന്നുകൊണ്ട് രാഷ്ട്രീയ പ്രതിയോഗികളെ മുഴുവൻ ജയിലിലടച്ചുകൊണ്ട് 1,20,000 വിദ്യാർത്ഥികളെ, പ്രക്ഷോഭക്കാരെ, സമരക്കാരെ, പ്രതിപക്ഷ നേതാക്കളെ മുഴുവൻ ജയിലിലടച്ചുകൊണ്ട് മീസ, DISR, കൊഫേപ്പോസ പോലെയുള്ള നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സമ്പൂർണമായിട്ട് പ്രതിപക്ഷ ശബ്ദത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ലോക്സഭയിൽ ഉണ്ടായിരുന്ന മുഴുവൻ ഭരണവിരുദ്ധ അംഗങ്ങളെയും ജയിലിലടച്ചുകൊണ്ട് ചേരി നിർമ്മാർജ്ജനത്തിന്റെ പേരിൽ ആയിരക്കണക്കിന് ആളുകളുടെ മേലെ കൂടെ വണ്ടി ഓടിച്ചു കയറ്റി ആളുകളെ കൊന്നു. 1,50,000 സ്ട്രക്ചറുകൾ ഡെമോളിഷ് ചെയ്തുകൊണ്ട് നിർബന്ധിത വന്ധ്യീകരണത്തിന്റെ പേരും പറഞ്ഞ് 83 ലക്ഷം ആൾക്കാരെ നിർബന്ധപൂർവ്വം 70 വയസ്സ് കഴിഞ്ഞ വൃദ്ധനെ മുതൽ 17 വയസ്സ് കഴിയാത്ത കുട്ടിയെ വരെ നിർബന്ധിത വന്ധ്യീകരണത്തിന് വിധേയരാക്കിക്കൊണ്ട് കോൺഗ്രസ് 21 മാസം നടപ്പാക്കിയിട്ടുള്ള അടിയന്തരാവസ്ഥയാണ് ഇന്ത്യൻ ഭരണഘടനയെ അക്ഷരാർത്ഥത്തിൽ തടവിലിടപ്പെട്ടിട്ടുള്ള 21 മാസങ്ങൾ. ശരി ശങ്കുരിദാസ്, ഇത് തന്നെയാണ് BJPയുടെ ആയുധവും. എപ്പോഴൊക്കെ ഭരണഘടനാ മൂല്യങ്ങളെ കുറിച്ചുള്ള ചർച്ച ഉയർന്നു വരുമ്പോഴും പ്രതിരോധിക്കുവാൻ BJP ഉപയോഗിക്കുന്നത് അടിയന്തരാവസ്ഥ തന്നെയാണ്. അതാണ് ഇന്നും ലോക്സഭയിൽ പ്രധാനമായിട്ടും കാണുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം തുടരുകയാണ്. അതിൽ